ഡൊമിനിക്ക് സിനിമയും കണ്ടിട്ട് ചായ കുടിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഒരുത്തനൊരു ഐഡിയ. സിദ്ദിഖേ മോനെ, എന്താ നിന്റെ ഐഡിയ? നേരെ റെയിൽവേ സ്റ്റേഷനിൽ പോകുന്നു. ആദ്യം കാണുന്ന ട്രെയിനിൽ കയറി ഒറ്റ വിടുന്നത്. എങ്ങനെയാ? എങ്ങോട്ട്? എങ്ങോട്ടേലും ആദ്യം കാണുന്ന ട്രെയിനിൽ കയറുന്നു. എന്നിട്ട് എപ്പോഴാണ് ഇറങ്ങുന്നത്? തോന്നുമ്പോൾ ഇറങ്ങുന്നു, തോന്നുമ്പോൾ തിരിച്ചു. ഒറ്റ മൈൻഡ് നേരെ വിട്ടേക്കാം. ബസ് ഓക്കെ അല്ലേ? ഒന്നും നോക്കുന്നില്ല. നേരെ തമ്പാനൂര് പോകുന്നു, ട്രെയിനിൽ കയറുന്നു, ഒറ്റ വിട്ട്. ആദ്യം വരുന്ന ട്രെയിനിൽ കയറി സ്ഥലമൊന്നും നോക്കലേ ഇല്ല. ഒരു കൈ നോക്കാല്ലേ? ഒരു കൈ നോക്കാം. ഇതിങ്ങനെ കിടക്കുമല്ലേ, പോട്ടെ. ഓക്കെ, ആദ്യം വരുന്ന ട്രെയിനിൽ കയറി നമുക്ക് എങ്ങോട്ട് വേണേലും പോകാം. ഇപ്പൊ സമയം ഏതാണ്ട് 2:30 ആയിട്ടുണ്ട് കേട്ടോ. രാവിലെ 2:30. സെക്കൻഡ് ഷോയും കഴിഞ്ഞ് ഇറങ്ങിയതാണ്. അപ്പോൾ ഓക്കെ, റെയിൽവേ സ്റ്റേഷനിൽ നോക്കാം. എന്തായാലും നടക്കുമോ ബാസി? ഊമ്പി പാർക്ക് പോട്ടെ. എന്ത്? ഡൽഹിയിലോട്ട് അടുത്ത ട്രെയിനൊക്കെ എന്ത് ചെയ്യും? ഡൽഹിയിലോട്ടുള്ള ട്രെയിനിൽ കയറുന്നു. നമ്മളൊരു രാവിലെയൊക്കെ ആകുമ്പോൾ എവിടെ എത്തുന്നു അവിടെ ഇറങ്ങുന്നു. ഡൽഹി പോയല്ലോ. ആ പിന്നെ 2 ദിവസം ഓടിയോ. ബംഗളൂരു, ഏറനാട്, വേരാവൽ, തിരുവനന്തപുരം. ഏറ്റവും ആദ്യം വരുന്ന ട്രെയിന് ബംഗളൂരു. 3:40 ട്രെയിനുള്ളതെന്നാ പറയുന്നത്. 3:40 ബംഗളൂരു എക്സ്പ്രസ്. ബംഗളൂരു അല്ല, മംഗളൂരു. അതെവിടെയാന്നറിയാം? മംഗളൂരു രണ്ടാളാ. അതെവിടെയാ? അതിപ്പോ ഇവിടെ ഒന്ന് അന്വേഷിച്ച് നോക്കട്ടെ ഏതാ ഉള്ളത്. രാവിലെ മംഗളൂരു എത്ര മണിക്കൂറുണ്ടെന്ന് നോക്കാതെ മുമ്പ് ഒരു 10 മണി 11 മണിയൊക്കെ ആകുമ്പോൾ എവിടെ എത്തുന്നു അവിടെ ഇറങ്ങും. എന്നിട്ട് അവിടെ ചായ കുടിക്കുന്നു, തിരിച്ചു വരുന്നു. അത്രേ ഉള്ളു. ഏറനാട് എത്തി ഗൈസ്. ഏതെങ്കിലും ഒരു സൈഡുള്ള സീറ്റ് നോക്കി പിടിക്കുക. ഇവിടെ ഇരിക്കുക. ഇതല്ലേ അല്ലേ ഉറങ്ങാൻ പറ്റും. ഉറങ്ങണമെങ്കിൽ മണ്ടേ കയറണം. മണ്ടേ കയറി നേരെ കാണാം. നീ ഉറങ്ങുന്നില്ലേ? രാവിലെ വരെ എന്തോന്ന് പറഞ്ഞിരിക്കാൻ പോവാ. സ്ഥലങ്ങളൊക്കെ കണ്ട് വലിയ കാറ്റൊക്കെ അടിച്ച് സ്ഥലം കാണുന്നു. പ്രകൃതിയാണ്. സ്ഥലമൊന്നും കാണാനില്ല. രാത്രിയാ. വരെ 4 മണിയായി. അതാ പറഞ്ഞേ, രാവിലെ ആകുമ്പോ സമയം ഉണ്ടല്ലോ. 2 മണിക്കൂർ കഴിഞ്ഞാൽ വെയിലായി. ഉറക്കം ശരിയായില്ലെങ്കിൽ ജയറാമാവും. നമുക്കിതൊക്കെ സീനില്ല, ഇതൊക്കെ എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ കയറി കിടന്നാൽ ഇതൊക്കെ സീറ്റ് കിട്ടും. അല്ലെങ്കിൽ എനിക്ക് കയറി കിടക്കാം. അത് കഴിഞ്ഞാൽ ഒന്നും കാണത്തില്ല. കാണിച്ചേ പാട്ടച്ചായ. അങ്ങനെ തിരുവനന്തപുരത്ത് നിന്ന് കയറിയ നമ്മൾ എറണാകുളം ടിക്കറ്റ് എടുത്തിട്ട് എവിടെ വന്നിറങ്ങി കേസ് വരുന്നില്ലേ? പോണ്ടേ? വാ ഇങ്ങോട്ട്. ബെസ്റ്റ് ബിരിയാണി കിട്ടുന്ന സ്പോട്ട് അവിടെ നോക്കാം. വാ. റെയിൽവേ ഗേറ്റ് ക്രോസ് ചെയ്തിട്ട് ലാസ്റ്റ് മുന്നിൽ ഓക്കെ. സെറ്റ് ബിരിയാണി അല്ലേ? അയ്യവ എന്നൊരു പൊളി പൊളിക്ക്.
അങ്ങനെ നമ്മുടെ ഒറ്റ മൈൻഡ് ട്രിപ്പ് ഇവിടെ അവസാനിക്കുകയാണ്. നമ്മള് തിരുവനന്തപുരത്ത് നിന്ന് വെറുതെ ചായ കുടിച്ചോണ്ട് വന്നു. അപ്പൊ എന്നാ പിന്നെ എവിടെയെങ്കിലും പോയി ചായ കുടിക്കാതെ ഓർത്തപ്പോ കോഴിക്കോട് അവിടെ നിന്നും ചായ കുടിച്ചു. ഇനി നമ്മൾ ഈ പരിപാടി അവസാനിപ്പിച്ച് നേരെ വീട്ടിൽ പോയി തുണിയൊക്കെ അലക്കി തിങ്കളാഴ്ചത്തെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടി പോകും. അതെ, അതെ, എല്ലാം കൊണ്ടും ഇനി അതെല്ലാം സെറ്റ് ആക്കണം. അല്ലെങ്കിൽ ഇവിടെ നിന്ന് വേറെ എങ്ങോട്ടേലും നമുക്ക് പിടിക്കായിരുന്നു. ഇനി അത് അടുത്ത ആഴ്ച പിടിക്കാലോ, സമയം കിടക്കുമല്ലേ. അതെ, അപ്പൊ നമുക്ക് അടുത്ത പരിപാടി പിന്നീട് പിടിക്കാം. അങ്ങനെയാണെങ്കിൽ ബൈ ബൈ. ഓക്കെ, ബൈ.